ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ദോശയും ചമ്മന്തിക്കറിയാണ്. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യമ്മ? അതുകൊണ്ടേ അമ്മ അടുപ്പ് കത്തിക്കാനുള്ള മൂഡിലാണ്. പിന്നെ എൻ്റെ പുറയിൽ ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പോയി തുടങ്ങുന്നു. സമയത്ത് നമുക്ക് ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങ് സെറ്റ് ആവണമെന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. പിന്നെ നമ്മൾ ദോശയൊക്കെ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ചട്നി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല എരിവുള്ള ചട്നിയാണ്, വെള്ള ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അമ്മയാണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകിന് വേണ്ടിയിട്ട് നമ്മുടെ വിറകുപുര വന്നതാണ്. അപ്പോൾ അമ്മയേക്കാൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലുട്ടാപ്പി കയറി വിറകുപുരയിൽ. അവൻ്റെ ഒരു മെയിൻ താവളമാണ്. രാവിലെ കളിക്കാനുള്ള മൂഡില്ല കേട്ടോ. അങ്ങനെ അമ്മ അടുപ്പ് കത്തിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ചു. ഇനി എന്തോ എടുക്കാൻ പോവമ്മ? ഇനി സിമിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണം. അവൾക്ക് പല്ല് തേക്കണം. കുട്ടിക്ക് നമ്മൾ രാവിലെ റാഗിയാണ് കൊടുക്കുന്നത്. അപ്പം അതൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആക്കി വെച്ചു. സിമിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം അമ്മ അവൾക്ക് പല്ല് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ദാശ തിരിച്ചു പോന്നു. അപ്പം അവൾ എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ അവൾക്ക് പല്ല് തേക്കുക, പിന്നെ റാഗി കൊടുക്കുക, പിന്നെ ഓരോ മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ അമ്മയുടെ പരിപാടി. ഓക്കെ, ഞാൻ പിന്നെ സ്റ്റെപ്പിനെ അരിഞ്ഞ് നിൽക്കും. രാവിലെ ഫോൺ തരാവോ എന്ന് പറയുക. നിങ്ങൾ ഇങ്ങോട്ട് ഫോൺ ഇടാ. ലൈറ്റ് ഓഫാക്കാനാന്ന് തോന്നുന്നു. ഓഫാക്കി ഞാൻ തുറക്കുന്നു. അത് തന്നെ, യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നല്ല തണുത്ത കാറ്റ്. പിന്നെ അമ്മ അവൾക്ക് പല്ല് തേച്ചൊക്കെ കൊടുക്കുകയാണ്. ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല. എന്താ ചെയ്യാനാണോ? ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കരയും, മാറ്റാനൊന്നും. ഓക്കെ, ലൈറ്റ് ഓഫാക്കി. അങ്ങനെ പെറ്റിന് പല്ല് തേച്ച് ശുണ്ട്രിയാവൂ. ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പല്ലുതേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ആ കട്ടിലെ കിടന്ന കുറേ തലയണയൊക്കെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുക്കി അങ്ങ് വെച്ചു. പിന്നെ അവളെ ഞാനൊന്ന് പൊക്കി ഇങ്ങനെ ഒന്ന് ഇരുത്തി. ശേഷം അമ്മയാണെങ്കിൽ മടിയിൽ 2 തലയണയൊക്കെ വെച്ച് സെറ്റാക്കി, നല്ല കട്ടിയുള്ള തലയണയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അവളെ കിടത്തി. എങ്ങനെയാണ് നമ്മൾ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്? അവളെ ഇരുത്തി ഫുഡൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൾക്ക് ചവയ്ക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കിടത്തിയാണ് എപ്പോഴും കൊടുക്കുന്നത്. നെറുകയിലൊന്നും കയറാത്ത രീതിയിൽ തലയൊക്കെ നല്ലതായിട്ട് പൊക്കി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അമ്മയുടെ സ്നേഹപ്രകടനമാണ് നിങ്ങളീ കാണുന്നത്. എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഇവിടെ വൈഫൈ ഉണ്ട്. അതൊന്ന് ഓണായി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അവളാണെങ്കിൽ എനിക്ക് പാട്ട് വെച്ചാന്നും പറഞ്ഞിട്ട് എന്നെ ഇട്ട് തട്ടുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി അവൾ ഉറങ്ങുന്നത് വരെ അവളുടെ കയ്യിൽ ഈ ഫോണും പാട്ടും ആവശ്യമാണ്. പിന്നെ ചാർജൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലാതെ അവൾ ഇരിക്കത്തില്ല. അമ്മ സിമിക്കുള്ള മരുന്നൊക്കെ എടുക്കും കേട്ടോ. വെള്ളം നല്ലതായിട്ട് തിളക്കാട്ടോ. അയ്യോ, അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കുമായിരുന്നു. കുഞ്ഞാവയ്ക്കാണെങ്കിൽ ദോശ കൊടുത്തു, അവൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. അവൾക്ക് ഈ ദോശ, പുട്ട്, ഉപ്പുമാവ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും. മാഗി അതൊക്കെയാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചോളും. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ചില സമയം അതും ഇല്ല, നമ്മൾ കുറേ നടന്ന് കൊടുക്കണം. ഇന്ന് പിന്നെ നല്ല മൂഡിലായതുകൊണ്ട് ഇനി നെക്സ്റ്റ് ലുട്ടാപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തലേ ദിവസത്തെ നല്ല ചെറിയ മത്തി ഉണ്ടല്ലോ, അപ്പോൾ മത്തിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി പിന്നെ ദോശയും കൂടെ ഇട്ട്. അവന് ഈ ചമ്മന്തിക്കറിയൊന്നും അങ്ങനെ അത്ര പിടുത്തമല്ല. പിന്നെ ഗതി കെട്ടാ പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ചിലപ്പം തിന്നേക്കാം. പക്ഷെ മീൻകറി ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂട്ടി ഞാൻ ഒരു 3 ദോശയും എടുത്തിട്ട് അതും കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ലുട്ടാപ്പി, അമ്മയാണ് ലുട്ടാപ്പിക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഞാൻ കൊടുക്കും. ഇന്നാണെങ്കിൽ അമ്മയാണെങ്കിൽ കുഞ്ഞ് വിടുന്നില്ലായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അടുത്ത കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, കൂടി കൊടുക്കണം ഫുഡ്. അപ്പം ഞാൻ അവരെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ കോഴികൾ
ഫസ്റ്റ് തന്നെ അവരുടെ പാത്രങ്ങളെല്ലാം ഞാനൊന്ന് കഴുകി അങ്ങ് വൃത്തിയാക്കും കേട്ടോ. ഇവർക്ക് നല്ലതായിട്ട് വിശപ്പുള്ള സമയത്താണെങ്കിൽ ഈ നീലപാത്രമില്ലേ, അപ്പം അതിലാണ് ഫുഡ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം ഈ പാത്രത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ ഓടി എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. അമ്മ കൊണ്ടുവന്ന കോഴികളാണ്. അപ്പം ഇവരുടെ ഇപ്പം ഫേവററ്റ് സ്പോട്ടെന്ന് വെച്ചാൽ മറ്റേ ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഇപ്പം ഫേവററ്റ് സ്പോട്ടെന്ന് തന്നെ പറയാം. അപ്പം ഞാൻ തീറ്റ എടുക്കാൻ വേണ്ടി പോവാട്ടോ. ആണ് നമ്മുടെ കോഴികളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഈവനിങ് ഞാൻ കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് മീൻ കൊച്ചുങ്ങൾക്കും ഫുഡ് ഇട്ട് കൊടുക്കണം. ഒരു 4 മീൻ ഉണ്ട്. അപ്പം നല്ലതായിട്ട് ഫുഡൊക്കെ അടിക്കും കേട്ടോ. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്, രാവിലെയും രാത്രിയും. അപ്പം നമ്മൾ ഗേറ്റിനടുത്ത് പാൽക്കുപ്പിയും കൊണ്ട് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാൽ കൊണ്ട് അതിനകത്തുകൊണ്ടിടും. സോ പിന്നെ എന്താ പറയാനുള്ളത്, ഞാൻ പിന്നെ പാൽക്കുപ്പിയൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ ബൈക്കിൽ 2 പേര് ഇരിക്കുന്നു. ഞാനും പിന്നെ അങ്ങ് കൂടെ കൂടി കേട്ടോ.